ഫ്രണ്ട്സ്, അതുപോലെ ഇന്ന് ബിഗ് ബോസിനകത്ത് 3 പേര് കിടക്കുന്നുണ്ട്. ആ 3 പേരിൽ ഒരാളെ നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം മാസ്ക് വെച്ചേക്കുവാണെന്ന്. അപ്പോൾ നമുക്ക് ഇനി അത് ലൈവിനകത്ത് കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം വന്നെങ്കിൽ ഷിയാസും അതുപോലെ ശോഭയുമാണ്. ശോഭയും ഷിയാസും അവർക്ക് ശരിക്കും പണി കൊടുക്കുന്നുണ്ട്, ശരിക്കും അവരെ ട്രോളുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഒരു പ്ലാച്ചി എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പേരല്ലേ, ആ പാവ എടുത്ത് ഷിയാസ് വെളിയിൽ വന്നിട്ട് ദൂരോട്ട് എറിയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഓടിപ്പോയി കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കുറേ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അനുമോളെയാണെങ്കിൽ പുറത്താക്കാനുള്ള പരിപാടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സീസണിൽ ഇതുപോലെ ഷിയാസ് വന്നിട്ട് മറ്റൊരാളിനെ ഇതുപോലെ നല്ലപോലെ കളിക്കുന്ന ഒരാളിനെ പുറത്താക്കാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷിയാസ് പുറത്ത് കളയാനുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇവര് വെളിയിൽ നല്ല ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ എവിടുത്തെ കാര്യമാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവ എന്തിനെ കയറ്റുന്നു, അല്ലെങ്കിൽ എന്തിനെ കളിപ്പിക്കുന്നു പറയുന്ന ഒരു കുറച്ച് നെഗറ്റീവ് ആ പാവയുടെ പേരും പറഞ്ഞുകൊണ്ട് മുമ്പേ സീസണിലേക്ക് ഒരു വ്യക്തി ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു മറുപടിയായിട്ടായിരിക്കാം ചിലപ്പോൾ ഷിയാസ് വന്ന് ഈ പാവ എടുത്ത് കളഞ്ഞത്. കാരണം ആ പുറത്ത് ഒരു സംസാരം പാവയെ കൊണ്ട് കേട്ടേണ്ട കാര്യം അനുഭവമൊക്കെ ആ ഒരു നെഗറ്റീവ് അവിടെ വന്നിട്ടുണ്ട്. അത് കുറേ മുമ്പ് നമ്മളൊരു ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം തീർച്ചയായിട്ടും ഈ പാവ എടുത്ത് കളഞ്ഞിട്ട് അനുമോള് നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള പ്ലാനിലായിരിക്കാം ഈ ഷിയാസ് അങ്ങനെ ചെയ്തേക്കുന്നത്. ആ ഒരു നെഗറ്റീവ് മാറാൻ വേണ്ടിയായിരിക്കാം. അനുമോളിക്ക് സ്വതന്ത്രമായിട്ട് കളിക്കട്ടെ, ഈ പാവ വെച്ചുള്ള കളി വേണ്ട എന്നുള്ള രീതി, അതായത് അനുമോളെ ഔട്ടാക്കാനുള്ള പ്ലാനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം